ലോകകപ്പിൽ കളിച്ച നമ്മുടെ ശ്രീശാന്ത് ചേട്ടന് കേരള സർക്കാർ പ്രൈസ് മണിയൊന്നും കൊടുക്കുന്നില്ലേ സാറേ? അതങ്ങനെ കൊടുക്കും. പെരുമാറ്റച്ചട്ടം ഇവിടെ നിലനിൽക്കുമ്പോ അങ്ങനെ ഒരു ഏർപ്പാടും നടക്കില്ല എന്ന് നിനക്കറിയില്ലേ? എന്തിന്നാ ഈ പറയുന്നേ? നിങ്ങൾ ഈ പറയുന്ന പോലെ പെരുമാറ്റച്ചട്ടം ഇതിനൊരു തടയാണെങ്കിൽ പിന്നെ എങ്ങനെയാ തമിഴ്നാട് സർക്കാർ ആ സ്പിന്നർ അശ്വിൻ മുപിരിക്ക് 1 കോടി ഉറുപ്പ്യ കൊടുത്തേ? അതിന്റെ കൂടി ആ ഇന്ത്യൻ ടീമിന് അവർ 3 കോടി ഉറുപ്പ്യം കൊടുത്തില്ലേ? നിങ്ങൾ ഇങ്ങനെ തിരക്ക് കൂട്ടാൻ സഖാവേ. ഇലക്ഷൻ കമ്മീഷനുമായി ചർച്ച ചെയ്ത് അടുത്ത ക്യാബിനറ്റിൽ ഞങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. അതൊരൊന്ന് ക്ഷമി. അണ്ണാ, ഈ ശ്രീശാന്ത് അണ്ണന് നിങ്ങൾ എത്ര രൂപ കൊടുക്കണ? 2007 2020 ലോകകപ്പിന് 5 ലക്ഷം കൊടുത്ത സ്ഥിതിക്ക് ഇപ്രാവശ്യം ഒരു 25 ലക്ഷം കൊടുക്കണമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നു. ഞങ്ങളുടെ കായിക മന്ത്രി വിജയമോഹൻ സഖാവ് പറയുന്നത്. 25 ലക്ഷം? ഓരോ സർക്കാരും അവരുടെ കളിക്കാർക്ക് കൊടുക്കുന്ന തുക എത്രയെന്ന് നിങ്ങൾക്കറിയോ? 1 കോടിയിൽ കുറഞ്ഞ ആർക്കും കൊടുത്തിട്ടില്ല. ലോകകപ്പ് ഫൈനലിൽ കളിക്കുന്ന ആദ്യത്തെ മലയാളിയാണ് ഈ കൊച്ചനെന്ന് മറക്കരുത്. അതൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല അറിയാച്ച. ഫൈനലിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു എന്നല്ലാതെ വിജയത്തിനായിട്ട് ആ വിദ്വാൻ എന്താ ചെയ്തേ? ബംഗ്ലാദേശിനെതിരെ 5 ഓവറിൽ 53 റൺസ് വഴങ്ങി വിക്കറ്റൊന്നും എടുക്കാതിരുന്ന ആ വിദ്വാനെ ഫൈനലിൽ ഇറക്കിയതിന് ഒരു പ്രത്യേക പാരിതോഷികം നമ്മുടെ കേരള സർക്കാർ ക്യാപ്റ്റൻ ധോണിക്ക് കൊടുക്കുക വേണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞത് തന്നെയാ നമ്മളെ ക്യാപ്റ്റൻ ധോണി മൂപ്പരും പറയുന്നെന്ന്. കഷ്ടകാലത്തിനെങ്ങാനും ഗപ്പ് കിട്ടാണ്ട് പോയിരുന്നെങ്കിൽ വൈകെ പോയ ഈ ശ്രീശാന്തിനെ എല്ലാം പിടിച്ചിറക്കിയതിന് നമ്മൾ ഉത്തരം പറയാണ്ടി വന്നേനേന്നാ ഓര് പറയുന്നു. അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യാരെ. എല്ലാവർക്കും ധോണിയും സച്ചിനും ഒന്നും ആകാൻ പറ്റത്തില്ലല്ലോ. എന്നതായാലും നമ്മുടെ കൊച്ചന ടീമിലുണ്ടായല്ലോ. അതുകൊണ്ട് മറ്റ് സർക്കാരുകളെ പോലെ നല്ലൊരു തുക കേരള സർക്കാരും കൊടുത്തേ മതിയാവൂ. ഞങ്ങളത് കൊടുക്കും സഖാവേ. ഓർക്കാപ്പുറത്ത് ഞങ്ങളുടെ മുഖ്യമന്ത്രി ആ ലതികയ്ക്ക് പ്രശസ്തി ഉണ്ടാക്കാൻ പോയതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞങ്ങൾ ശാന്തകുമാരൻ സഖാവിനെയും സാവിത്രി സഖാവിനെയും കൂടെ നിർത്തി ശ്രീ സഖാവിന് കൊടുത്തേനെ. എന്റെ ശിവനെ, എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. പുൽമേട് ദുരന്തത്തിൽ ജീവൻ പിടിഞ്ഞവർക്ക് സർക്കാർ കൊടുക്കുന്നത് വെറും 5 ലക്ഷം രൂപ. വെറുതെ കളിക്കാൻ പോയ ഒരു വിദ്വാന് കൊടുക്കാൻ പോണതോ 25 ലക്ഷം. പൂജ്യത്തിനൊന്നും ഈ നാട്ടിൽ ഒരു വിലയും ഇല്ല. പൃഷ്ഠം കനത്തതെങ്കിൽ താങ്ങാൻ ആളും കാണും.